ഈ വിവാഹം എന്ന് പറയുന്നൊരു സംവിധാനത്തിന്റെ ആവശ്യം എന്താ? ഒരു പുരുഷനും സ്ത്രീയും ഒന്നിച്ച് ജീവിക്കുന്നതാണ് ഈ വിവാഹം എന്ന് പറയുന്നത്. അതിനൊരു ചടങ്ങുണ്ടാക്കലാണ് ഈ വിവാഹം, അല്ലെ? ഒന്നിച്ച് ജീവിക്കാൻ സൊസൈറ്റി അനുവാദം കൊടുക്കുന്നു. എന്തിനാണ് വിവാഹം? വിവാഹം എന്ന് സന്തോഷ് ജോർജ് കുളങ്ങര. അപ്പൊ ഈ ഒരു മനുഷ്യന് ഇഷ്ടമല്ലാത്തതായിട്ട് ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുള്ള കാര്യം, അത്യാവശ്യം വിവരവും ബോധവും ഉള്ള ഒരാളാണ്. അപ്പൊ പുള്ളിക്കാരന്റെ സംസാരവും അതേപോലെ തന്നെ പുള്ളിക്കാരന്റെ സഞ്ചാരവും അതേപോലെയുള്ള പരിപാടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ ഈ ഇത്രയും ലോകം കണ്ടിട്ടുള്ള ഒരാളെ വിളിച്ചിട്ട് നമ്മളൊരു ഇന്റർവ്യൂ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അതിന് ചോദിക്കേണ്ടതായ ചോദ്യങ്ങൾക്ക് ഓരോ മാന്യതയുണ്ട്. എന്നാ ഈ അടുത്ത് കഴിഞ്ഞ ദിവസം നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു ഇന്റർവ്യൂ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് അത് വന്നിട്ടുണ്ടായി. അപ്പൊ ആ ഒരു ഇന്റർവ്യൂവിനകത്ത് ആങ്കർ ആയിട്ട് വെച്ചാൽ മീരയാണ്. അപ്പൊ ഈ മീരയുടെ ചോദ്യങ്ങളൊക്കെ ഇതിന് മുന്നേ എനിക്ക് വലിയ താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ ഈ മീര വന്നിട്ട് ഈ സന്തോഷ് ജോർജ് കുളങ്ങരയോട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ആ ഇന്റർവ്യൂവിന്റെ കുറച്ച് പോർഷൻസ് കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം. ഞാൻ വളർന്ന ഒരു നഗരത്തിലല്ല, ഒരു കുഗ്രാമത്തിലാണ്. അപ്പോൾ അവിടെ 2 കിലോമീറ്റർ നടന്ന് ഒരു മല കയറി ഇറങ്ങി സ്കൂളിൽ പോകേണ്ട അവിടുന്ന് തുടങ്ങി നമ്മളെല്ലാം സ്ട്രഗിൾ ചെയ്താണ് മുമ്പോട്ട് പോകുന്നത്. പിന്നെ 2 ടെലിവിഷനിൽ അല്ലെങ്കിൽ ലോകയാത്ര നടത്തി ഒരു ടെലിവിഷൻ പരിപാടി എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും അക്കാലത്തെ 90കളുടെ തുടക്കത്തിൽ അല്ലെങ്കിൽ 90കളിലൊന്നും ഒരു വീട്ടുകാരും ഒരു മാതാപിതാക്കളും അതിനെ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അതിൽ വിശ്വാസം തരുകയില്ല, അല്ലേ? നാട്ടുകാർ വിശ്വസിക്കുമോ? അന്നത്തെ കാലത്ത് ലോകയാത്ര നടത്തി ഞാൻ ടെലിവിഷൻ പരിപാടി ചെയ്യാൻ പോകാണെന്ന് പറഞ്ഞാൽ അതിന് വിശ്വസിക്കില്ല. അപ്പോൾ അത് അതിജീവിക്കണമെങ്കിൽ നമ്മളിതെല്ലാം തെളിയിച്ചു കൊടുക്കണം. തെളിയിച്ചു കൊടുക്കണമെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാത്ത ഒരു കാലത്ത് നമ്മൾ ഫൈറ്റ് ചെയ്യുക തന്നെ വേണം. അതിൽ ഒരു പട്ടണത്തിലായിരുന്നെങ്കിൽ ഞാൻ വിജയിക്കുമെന്ന് കരുതുന്നില്ല. കാരണം എന്തറിയോ? ഈ ഗ്രാമത്തിലായതുകൊണ്ട് ഞാനിങ്ങനെ ലോകയാത്ര നടത്തുകയാണെന്നും സഞ്ചാരം അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ പരിപാടി ഉണ്ടാക്കാൻ പോകാണെന്നും ഒക്കെ നാട്ടുകാർക്ക് എല്ലാം അറിയാം. കാരണം നമ്മുടെ വീട്ടിലുള്ളവർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാം. എല്ലാവരും അറിഞ്ഞ ഒരു സ്ഥാനത്ത് നമുക്ക് പിന്നോട്ട് പോകാൻ പറ്റില്ല. ചില പ്രണയങ്ങൾ പോലെയാണ്. നാട്ടുകാരെല്ലാം അറിഞ്ഞ പ്രണയത്തിന് 2 പേർക്കും പിന്മാറാൻ പറ്റില്ലല്ലോ. നമ്മൾ പിന്നെ അതിലേക്ക് പെടുവല്ലേ? നാട്ടുകാർ ചോദിക്കും എന്തായി എന്നേക്കാൾ അത്യാവശ്യം നാട്ടുകാർക്കായി മാറി അവസാനം. ഓക്കെ, അപ്പൊ പുള്ളിക്കാരന്റെ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ തുടങ്ങിയ ടൈമിനകത്തുള്ള അതാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പലരും നമ്മൾ കാണാം, ഈ ട്രാവൽ വ്ളോഗർമാരൊക്കെ ഇപ്പൊ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഈ പുള്ളിയൊക്കെ തുടങ്ങിയ ടൈമിനകത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിനകത്ത് ഇങ്ങനത്തെ സംഭവമൊന്നും ഇല്ല. അപ്പൊ ആ ഒരു ടൈമിനകത്ത് പെട്ടെന്ന് ഒരാൾ ഇങ്ങനെ പറയണേ, ഞാൻ ലോകം ചുറ്റിയിട്ട് അതുവഴി അങ്ങനെയാണ് ഞാൻ എന്റെ ഫ്യൂച്ചർ ഞാൻ അങ്ങനെയാണ് കാണുന്നതെന്നൊക്കെ ഒരാൾ വീട്ടിൽ പറയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും വീട്ടുകാർ സമ്മതിക്കില്ല. കാര്യം അത്രത്തോളം ആ ഒരു ടൈമിനകത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കുമല്ലോ മൈൻഡ്. അതായത് പഠിച്ച് ഏതെങ്കിലുമൊക്കെ നല്ലൊരു ജോലിനകത്ത് കയറാം, ഗവൺമെന്റ് ജോലിനകത്ത് കയറാം, എന്നിട്ട് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം, വീട് നോക്കാം. അതായിരിക്കും അവരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഒരാൾ ഇങ്ങനത്തെ ഒരു പാഷൻ പറയണാണ്, അപ്പൊ ഉറപ്പായിട്ടും വീട്ടുകാർ സമ്മതിക്കില്ല. ഒരു പെൺകുട്ടിയെ എനിക്ക് ഇഷ്ടമായി, ഞാൻ പല തലത്തിൽ ചിന്തിച്ചു, ഇത് അവരെ വേദനിപ്പിക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കുടുംബത്തെയൊക്കെ പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു പശ്ചാത്തലം കൂടെ ഞാൻ നോക്കി. അതായത് ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ സാറ് മുഴുവൻ സ്കെച്ച് ചെയ്തിട്ടാണ് അതെ സ്കെച്ച് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളിത് അല്ല, നമ്മൾ അന്നും കോമൺ സെൻസ് ഉള്ള മനുഷ്യനാണല്ലോ. ഇത് ചിന്തിക്കുന്നത് തെറ്റൊന്നുമില്ലല്ലോ. എവിടുന്നാണ് വരുന്നത്, എന്താണ് അവരുടെ കുടുംബ പശ്ചാത്തലം, അല്ലാതെ ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ട് ആ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെയും നീളത്തിന്റെയും വീതിയുടെ അളവിൽ പ്രേമിക്കുന്നവനെ മരമണ്ടനല്ലേ വിളിക്കേണ്ടത്. ആളുടെ സ്വഭാവം നമ്മൾ നോക്കും, നമ്മളുമായിട്ട് പൊരുത്തപ്പെടുമെന്ന് നോക്കും, ആ വീട്ടുകാർ എങ്ങനെയുണ്ടെന്ന് നോക്കും, അവർ ഈ ഇതൊരു വിവാഹത്തിലേക്ക് എത്തണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നു, ഇത് ആത്മാർത്ഥമായ ജീവിത അവസാനം വരെയുള്ള ഒരു ബന്ധമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് അവരുടെ വീട്ടുകാർക്കൊന്നും വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം പല കാര്യങ്ങളും, പക്ഷേ അത് അത്ര കോൺട്രാസ്റ്റ് ആണെങ്കിൽ അങ്ങനെ അഭിപ്രായം. ഓക്കെ, അപ്പൊ കല്യാണത്തിന്റെ കേസാണ് പുള്ളി പറയുന്നത്. അതായത് പുള്ളി ആ ഒരു ടൈമിനകത്ത് ഭയങ്കര പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഒക്കെ ചെയ്തിട്ടാണ് പുള്ളി കല്യാണം കഴിച്ചതെന്നൊക്കെയുള്ള രീതിക്കാണ് ഈ ഒരു സംഭവം പറഞ്ഞു പോകുന്നത്. ബാക്കി നോക്കാം. അങ്ങനെ അല്ല, നിങ്ങൾ കല്യാണം കഴിച്ചില്ലെങ്കിലും ഈ ഭൂമിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, ഈ കേരളത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, സമൂഹത്തിലൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ കഴിച്ചില്ലെങ്കിലും ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. സാറ് പറഞ്ഞത് ഞാൻ വേറൊരു രീതിയിലാണ് വായിച്ചത്. നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങളെ പോലുള്ള ആണുങ്ങൾക്ക് ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല, അത്രയും ശല്യം ഞങ്ങൾക്ക് കുറഞ്ഞിരിക്കും. അതാണോ സാർ? വായിച്ചോളൂ. ഇനി അങ്ങോട്ടാണ് ഈ പരിപാടി തുടങ്ങുന്നത് എന്നിട്ടാ. കാര്യം ഇവിടെ തന്നെ നമ്മൾ മീരക്കിട്ട് നന്നായിട്ട് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഈ സന്തോഷ് ജോർജ് കുളങ്ങര. പിന്നെ ഞങ്ങൾ കുറച്ച് പോകെയാണ് ഇതിന്റെ ഒരു അളവ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നത്. കണ്ടുനോക്കാം. വിവാഹം എന്ന് പറയുന്നൊരു സംവിധാനത്തിന്റെ ആവശ്യം എന്താ? ഒരു പുരുഷനും സ്ത്രീയും ഒന്നിച്ച് ജീവിക്കുന്നതാണ് ഈ വിവാഹം എന്ന് പറയുന്നത്. അതിനൊരു ചടങ്ങുണ്ടാക്കലാണ് ഈ വിവാഹം, അല്ലെ? ഒന്നിച്ച് ജീവിക്കാൻ സൊസൈറ്റി അനുവാദം കൊടുക്കുന്നു. എന്തിനാണ് വിവാഹം? വിവാഹം എന്ന് പറയുന്നത് ഒരു സിവിലൈസ്ഡ് സമൂഹത്തിൽ അല്ലെങ്കിൽ ആളുകൾക്ക് എല്ലാവർക്കും ബോധം വെക്കുന്ന ഒരു കാര്യത്തിൽ കല്യാണത്തിന്റെ ആവശ്യമില്ല. കാലത്ത് കല്യാണത്തിന്റെ ആവശ്യമില്ല. എല്ലാ മനുഷ്യർക്കും ഒരേ അളവിൽ ബോധവും പക്വതയും പ്രാപ്തിയും വരുന്നൊരു കാലത്ത് വിവാഹം എന്ന് പറയുന്ന ഒരു ചടങ്ങിൻ്റെ ആവശ്യമില്ല. ഇഷ്ടമുള്ള ഒരാൾക്ക് ഇഷ്ടമുള്ള മറ്റൊരാളുടെ കൂടെ അങ്ങ് താമസിച്ചാൽ മതി, അല്ലേ? സമൂഹം അതിനെ അക്സെപ്റ്റ് ചെയ്യും. എന്തിനാണ് വിവാഹം എന്നൊരു ചടങ്ങ് വെക്കുന്നത്? നാട്ടുകാരെ അറിയിക്കുകയാണ്, ഈ പെണ്ണ് ഇയാളുടേത് സ്വന്തമായി കഴിഞ്ഞു, ഇനി താൻ എൻ്റെ പുറകെ പോകരുത്, അല്ലെങ്കിൽ ഇയാൾക്ക് ഈ ഉത്തരവാദിത്തമായി എന്ന് സമൂഹത്തിലെ പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകേണ്ട ഒരു പ്രധാന കാരണം ഇതാണ്.
അന്ന് പെണ്ണുങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി പുരുഷന്മാർ യുദ്ധം ചെയ്യുക, ഒരു സ്ത്രീയെ തന്നെ ഒന്നിൽ കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുകയും അവർ പലരും ഒന്നിൽ കൂടുതൽ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ പുരുഷന്മാരോടൊപ്പം ഒരു സ്ത്രീ കഴിയുകയൊക്കെ ചെയ്യുന്നതാണ് പണ്ടത്തെ ഒരു സിസ്റ്റം. നമുക്ക് അല്ലേ നമ്മൾ നരവംശാസ്ത്രം പഠിക്കുമ്പോൾ അറിയാം. അല്ലാതെ ഈ കല്യാണമൊക്കെ ഉണ്ടായത് ഏത് കാലഘട്ടത്തിലാണ്? സാർ പറയുന്ന കല്യാണം ഒരു നെസസിറ്റി അല്ല, വേണമെന്നുള്ളവർക്ക് അല്ല, ഇപ്പൊ അത് വേണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും സമൂഹം പക്വത ആർജിച്ചിട്ടില്ല, വളർച്ച പ്രാപിച്ചിട്ടില്ല. വളർച്ച പ്രാപിക്കാത്ത സമൂഹത്തിൽ ഈ നിയമങ്ങളെല്ലാം വേണം. ഓക്കെ, അപ്പൊ കല്യാണം എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിനെ പറ്റിയാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഇപ്പൊ എന്റെ ഒരു അഭിപ്രായം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ കല്യാണം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനോട് ഒരു താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എന്തും പറഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിക്കൂല അങ്ങനെയൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പൊ രണ്ടുപേര് തമ്മിൽ ഇപ്പൊ നമുക്ക് ഒരുമിച്ച് ജീവിച്ചാൽ അങ്ങനത്തെ മതി. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും നമുക്ക് ഒരുമിച്ച് ജീവിച്ചാൽ മതി, അല്ലാണ്ട് കല്യാണം കഴിക്കണമെന്ന് നിർബന്ധം ഇല്ലെങ്കിൽ എനിക്കും അതാണ് ഇഷ്ടം. കാര്യം ഒരു ലിവിങ് ടുഗദർ പോലത്തെ ഒരു കാര്യമൊക്കെ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരാളാണ് ഞാൻ. കാര്യം കല്യാണം എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ചിന്തിക്കുന്നവർ മാത്രമല്ല, കല്യാണം തന്നെ വേണം എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാവും. അപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഒരു ഇതും കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരാൾ വിവാഹം കഴിക്കാതെ തന്നെ ആ പെൺകുട്ടിയോട്, ഭാര്യയോട് പൂർണ്ണമായി നീതി പുലർത്തിക്കൊണ്ട് അവർക്ക് കിട്ടേണ്ട അവകാശങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് ഭാര്യയും അതുപോലെ തന്നെ ജീവിതാവസാനം വരെ ജീവിക്കാൻ പറ്റില്ലേ? വിവാഹം എന്നൊരു ചടങ്ങോ എഗ്രിമെന്റോ സിഗ്നേച്ചറോ ഇല്ലാതെ തന്നെ പോകാൻ പറ്റില്ലേ? രണ്ടുപേർക്കും ആ ബോധ്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും പറ്റും. വിവാഹം വേണ്ട എന്ന് പറഞ്ഞാൽ കാണുന്നവരെല്ലാം കൂടെ ജീവിക്കണമെന്നല്ല എൻ്റെ അർത്ഥം. വിവാഹം എന്ന് പറയുന്ന ആ ചടങ്ങോ ആ ഇവന്റുകളോ ഒന്നും വേണമെന്നില്ലെന്നാണ് ഞാൻ ഈ പറയുന്നത്. തീർച്ചയായിട്ടും. കാര്യം ഇപ്പൊ രണ്ടുപേർക്കും അത് സമ്മതമാണ്, രണ്ടുപേരും ഒത്തുപോകും എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ജീവിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. പിന്നെ ഒരു ഘട്ടത്തിനകത്ത് നമുക്ക് തോന്നണേണ് നമുക്ക് ഒന്നിച്ചു പോകാൻ പറ്റൂല എന്ന് തോന്നണമെങ്കിൽ അത് മാന്യമായിട്ട് തന്നെ പിരിയാം. അപ്പൊ ഇതേപോലെ ഡിവോഴ്സ് അതേപോലത്തെ കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. കല്യാണം കഴിച്ചാലാണല്ലോ ഇതേപോലെയുള്ള കോംപ്ലിക്കേഷൻസ് വരുന്നത് പിരിയണമെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഡിവോഴ്സ് ഒന്നും വേണ്ട, നമുക്ക് ബ്രേക്കപ്പ് ആയിട്ടങ്ങ് പോയാൽ മതി. അപ്പൊ ആ ഒരു സംഭവം ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഈ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞാൽ. കല്യാണം കഴിക്കാണ്ട് ഒരുമിച്ച് പോകുന്നതിന്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് അതെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒത്തിരി പറയേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. അത് ഞങ്ങളുടെ സ്വകാര്യമായ വിഷയങ്ങളാണ്. ഞാൻ പ്രണയിക്കുന്നത് എങ്ങനെയാണ്, ആ പ്രണയത്തിലെ ഓരോ സെക്കൻഡും എങ്ങനെയാണ്, ഇതൊക്കെ നാട്ടുകാരോട് പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ മീരയ്ക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ പ്രണയം എങ്ങനെയാണ് പ്രണയിച്ചത്, ഇതിനെ പറ്റിയാണ് മീരയ്ക്ക് കൂടുതൽ അറിയേണ്ടത്. അല്ലാണ്ട് പുള്ളി എവിടെയൊക്കെ പോയിട്ടുണ്ട്, എന്തൊക്കെയാണ് അതിന്റെ അങ്ങനത്തെ ചരിത്രങ്ങളും കാര്യങ്ങളൊന്നും പുള്ളിക്കാരിക്ക് അറിയണമെന്നില്ല. കാര്യം പുള്ളിക്കാരിക്ക് എന്താണ് വേണ്ടത്, ഇത്തിരി എരിവും പുളിയും അതേപോലത്തെ പരിപാടിയൊക്കെ കിട്ടി കഴിഞ്ഞാലാണ് ഇത് കാണാനായിട്ട് ആൾക്കാരുണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അതേപോലത്തെ ചോദ്യങ്ങളാണ് പുള്ളിക്കാരിയുടെ വായിൽ വരുന്നത്. അവസാനം പുള്ളിയുടെ വായിലിരിക്കുന്നത് മൊത്തം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ തൃപ്തിയായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇത്തിരിയെങ്കിലും ഒരു ക്വാളിറ്റി അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാണ്ട്. ഇപ്പൊ ഈ മീര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കുറെ നാളായിട്ടൊക്കെ ഈ ഇൻഡസ്ട്രീനകത്തൊക്കെ ഉള്ള ഒരാളല്ലേ. അപ്പൊ ഒരാളെ വിളിച്ചു വരുത്തുമ്പോഴത്തേക്കും അതെ തീർച്ചയായിട്ടും ഇപ്പൊ ഇതിന്റെ പ്രോഗ്രാമിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞു വിടുന്നതേ ഇവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും നിങ്ങൾക്കൊരു മാനേഴ്സ് നിങ്ങൾ കീപ്പ് ചെയ്യാം. ഞാൻ ഇന്ന രീതിക്കുള്ള ഒരു ചോദ്യമായിരിക്കും, അതായത് അപ്പുറത്ത് നിൽക്കുന്ന ആൾ അത്രയും റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാളോട് സംസാരിക്കുമ്പോഴത്തേക്കും ആ ഒരു രീതിക്ക് വേണം നിങ്ങൾ സംസാരിക്കാൻ. അല്ലാണ്ട് നിങ്ങൾക്ക് തോന്നിയ പോലെ ഇപ്പൊ ഏതെങ്കിലുമൊക്കെ വല്ല നടിമാരെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് വല്ല തള്ളു ചോദിക്കണതോ അതേപോലെ അങ്ങനത്തെ രീതിക്കൊന്നും ഇങ്ങനെയുള്ള ആൾക്കാരെ വിളിച്ചിട്ട് വെറുതെ ചോദിച്ച് അവരുടെ സമയം കളയാണ്ടിരിക്കാന്ന് മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. അപ്പൊ എനിക്കിത് കണ്ടപ്പോഴത്തേക്ക് ഒന്ന് ജസ്റ്റ് പറയണമെന്ന് തോന്നിയപ്പോൾ വന്നതാണ്. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? മീര ചോദിച്ചതൊക്കെ നല്ല കിടിലൻ ചോദ്യമായിട്ടാണോ നിങ്ങൾക്ക് തോന്നിയത്? എല്ലാം നിങ്ങൾ വീഡിയോ എടുത്താൽ കമന്റ് ഇടാം. വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും.